ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ബ്രെൻഡ് എന്നു പേരുള്ള ഒരു ചെറുപ്പക്കാരനെയാണ് കാണിക്കുന്നത്. ബ്രെൻഡ് തൻ്റെ പിതാവിനൊപ്പം കാർ ഓടിച്ചു പോവുകയായിരുന്നു. അവർ തമ്മിൽ സംസാരിച്ചു കൊണ്ട് പോകുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി രക്തത്തിൽ കുളിച്ച ഒരു ചെറുപ്പക്കാരൻ അവരുടെ കാറിന് മുന്നിലേക്ക് ചാടി വീണു. അയാളെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ ബ്രെൻഡിൻ്റെ കാറിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും കാർ ഒരു മരത്തിൽ പോയി ശക്തമായി ഇടിക്കുകയും ചെയ്തു. ഈ ദാരുണമായ അപകടത്തിൽ ബ്രെൻഡിൻ്റെ പിതാവ് തൽക്ഷണം മരണപ്പെട്ടിരുന്നു. 6 മാസങ്ങൾക്ക് ശേഷവും ഈ അപകടത്തിൻ്റെ ആഘാതത്തിൽ നിന്നും ബ്രെൻഡിനെ മോചിതനാകാൻ കഴിഞ്ഞിരുന്നില്ല. തൻ്റെ പിതാവിൻ്റെ മരണത്തിന് കാരണം താനാണെന്നുള്ള കുറ്റബോധം അവനെ വിഷാദത്തിലേക്കും മയക്കുമരുന്നിൻ്റെ ലോകത്തേക്കും തള്ളിവിട്ടു. തൻ്റെ കഴുത്തിൽ അവൻ എപ്പോഴും ഒരു ബ്ലേഡ് തൂക്കിയിട്ടിരുന്നു. സ്വയം ശിക്ഷിക്കാനായി ഇടയ്ക്കിടെ കൈകളിൽ മുറിവുണ്ടാക്കുന്നത് അവനൊരു പതിവാക്കി മാറ്റിയിരുന്നു. ബ്രെൻഡിൻ്റെ കോളേജിൽ ലോല സ്ട്രോം എന്ന ഒരു പെൺകുട്ടിയുണ്ടായിരുന്നു. വരാനിരിക്കുന്ന കോളേജ് പ്രോം നൈറ്റിൽ ഡാൻസ് കളിക്കാൻ തൻ്റെ പങ്കാളിയായി വരാമോ എന്ന് ലോല അവനോട് ചോദിക്കുന്നുണ്ടെങ്കിലും തൻ്റെ സുഹൃത്തായ ഹോളിക്കൊപ്പം പോകാൻ തീരുമാനിച്ചിരുന്നതിനാൽ ബ്രെൻഡ് ആ ക്ഷണം നിരസിച്ചു. ശേഷം അവൻ ഹോളിക്കൊപ്പം അവളുടെ കാറിൽ റൊമാൻറ്റിക്കായി അവളോട് ഇടപഴകുകയാണ്. ഇത് ലോല ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഹോളി ബ്രെൻഡിനെയും കൂട്ടി അവൻ്റെ വീടിൻ്റെ സമീപത്തേക്ക് പോവുകയാണ്. അവൻ്റെ വീടിന് കുറച്ചകലെയായി അവർ വാഹനം നിർത്തി. കാറിൽ നിന്നിറങ്ങുമ്പോൾ ലോല തന്നെ പ്രോമിനെ ക്ഷണിച്ച കാര്യം ബ്രെൻഡ് ഹോളിയോട് പറഞ്ഞിരുന്നു. ബ്രെൻഡ് വീട്ടിലെത്തിയപ്പോൾ പ്രോമിന് എങ്ങനെ പോകുമെന്നതിനെക്കുറിച്ച് അവൻ്റെ അമ്മ അവനോട് ചോദിച്ചു. ഹോളിയുടെ കാറിൽ പോകുമെന്ന മറുപടി കേട്ടതും അമ്മ അത് കർശനമായി വിലക്കുകയാണ്. ഒരു ഡ്രൈവിംഗ് എക്സ്പെർട്ടിൻ്റെ കൂടെ മാത്രമേ പോകാവൂ എന്നും അതിനായി ഒരു കാർ വാടകയ്ക്കെടുക്കാമെന്നും അവർ നിർബന്ധിച്ചു. തൻ്റെ ഭർത്താവിൻ്റെ മരണശേഷം അതീവ മാനസിക വിഷമത്തിലായിരുന്ന അമ്മ ഒരുപക്ഷെ ആ അപകടത്തിന് കാരണം ബ്രെൻഡാണെന്ന് ഉള്ളാലെ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ മേൽ അവൻ്റെ അമ്മ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അമ്മയുടെ വാക്കുകളിൽ മനംനൊന്ത് ബ്രെൻഡ് തൻ്റെ നായയെയും കൂട്ടി അടുത്തുള്ള മലഞ്ചെരുവിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് ജീവിതം അവസാനിപ്പിക്കാൻ അവൻ ആലോചിക്കുന്നുണ്ടെങ്കിലും അവസാന നിമിഷം പിന്തിരിഞ്ഞു. അവൻ അവിടെ ഇരുന്ന് സംഗീതം ആസ്വദിച്ചുകൊണ്ടിരിക്കെ അവൻ്റെ അമ്മയുടെ ഫോൺ വന്നു. ഫോൺ എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും അജ്ഞാതനായ ഒരാൾ പിന്നിലൂടെ വന്ന് അവനെ ആക്രമിച്ച് ബോധം കെടുത്തി. ആ അക്രമി അവനെ എടുത്ത് അയാളുടെ ട്രക്കിലേക്ക് വലിച്ചെറിഞ്ഞു. ശേഷം അവനെയും കൊണ്ട് അവിടെ നിന്നും എങ്ങോട്ടോ പോവുകയാണ്. ബ്രെൻഡിനെ കാണാതായതോടെ പരിഭ്രാന്തിയിലായ അവൻ്റെ അമ്മ അവനെ തിരഞ്ഞ് ആ ഒരു മലഞ്ചെരുവിലേക്കെത്തി. എന്നാൽ അവിടെ അവനെ കണ്ടെത്താനായി സാധിച്ചില്ല. ഇതേസമയം പ്രോമിന് പോകാനായി ഒരുങ്ങി ബ്രെൻഡിൻ്റെ വീട്ടിലെത്തിയ ഹോളിക്ക് അവനെ കാണാത്തതിൽ നിരാശയായി. ബ്രെൻഡിൻ്റെ അമ്മ ഉടൻ തന്നെ അവരുടെ അയൽവാസിയും പോലീസ് ഓഫീസറുമായ പോളിനെ വിവരമറിയിച്ചു. ആദ്യം ഇതൊരു ഗൗരവമായ കാര്യമായി പോൾ എടുത്തിരുന്നില്ലെങ്കിലും അവരുടെ വളർത്തുനായയെ ആരോ ക്രൂരമായി ഉപദ്രവിച്ച വിവരമറിഞ്ഞതോടെ അയാൾ ജാഗരൂകനായി. പരിക്കേറ്റ നായയെ രക്ഷിക്കാൻ ഹോളി ശ്രമിച്ചെങ്കിലും ആശുപത്രിയിലേക്കുള്ള വഴിമധ്യേ അത് ചത്തുപോയി. ആ രാത്രിയിൽ ബ്രെൻഡിനെ തട്ടിക്കൊണ്ടുപോയിരുന്ന ആ ഒരു ട്രക്ക് പോകുന്ന വഴിയിൽ റോഡിൽ ഒന്ന് നിർത്തിയിരുന്നു. വഴിയിൽ ചത്തുകിടന്ന ഒരു മൃഗത്തെയും ആ ട്രക്കിലെ ഡ്രൈവർ ട്രക്കിലേക്ക് എടുത്തു മാറ്റുന്നുണ്ട്. ശേഷം ആ ട്രക്ക് ഒരു വീടിന് മുൻപിലായി നിർത്തി. ആ വീട്ടിലുണ്ടായിരുന്നത് മറ്റാരുമായിരുന്നില്ല, ബ്രെൻഡിൻ്റെ കോളേജിലുണ്ടായിരുന്ന ലോല സ്ട്രോമും അവളുടെ പിതാവായ എറിക്കുമായിരുന്നു. ബ്രെൻഡിനെ തട്ടിക്കൊണ്ടുവന്നത് ഇവരായിരുന്നു. ലോല തൻ്റെ മുറിയിലിരിക്കുമ്പോൾ പിതാവ് അവൾക്കായി ഒരു ഡ്രസ്സ് കൊണ്ടുവരികയാണ്. പിതാവിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ അവൾ വസ്ത്രം മാറുന്നതും അയാളത് നോക്കി നിൽക്കുന്നതും അവരുടെ അസ്വാഭാവികമായ ബന്ധത്തെ സൂചിപ്പിക്കുകയാണ്. ബോധം തെളിഞ്ഞ ബ്രെൻഡ് കാണുന്നത് തന്നെ അതിമനോഹരമായി അണിയിച്ചൊരുക്കി ഒരു കസേരയിൽ കെട്ടിയിട്ടിരിക്കുന്നതാണ്. അവന് മുൻപിലായി ആ അച്ഛനും മകളും ഇരിപ്പുണ്ട്. അവിടെ ബ്രൈറ്റസ് എന്ന പേരുള്ള മറ്റൊരു സ്ത്രീ കൂടി ഉണ്ടായിരുന്നു. അവരുടെ നെറ്റിയിൽ വിചിത്രമായ ഒരടയാളം ഉണ്ടായിരുന്നു. അവിടുന്ന് രക്ഷപ്പെടാൻ ബ്രെൻഡ് കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ടായിരുന്നെങ്കിലും അവനെ അത്രമേൽ ശക്തമായി ബന്ധിച്ചിരുന്നു. അതിനാൽ തന്നെ അവൻ്റെ ശ്രമം പരാജയപ്പെട്ടു. തൻ്റെ പ്രോം ക്ഷണം നിരസിച്ചതുകൊണ്ടാണ് ലോല അവനെ തട്ടിക്കൊണ്ടുവന്നിരുന്നത്. അവർ ആ വീട് മുഴുവൻ ഒരു പ്രോം വേദി പോലെ അലങ്കരിച്ചിരുന്നു. ലോല ഒരു ഇഞ്ചക്ഷൻ എടുത്ത് ബ്രെൻഡിൻ്റെ കഴുത്തിൽ കുത്തിവെച്ചു. അതോടെ അവൻ്റെ ശബ്ദനാളം തകരുകയും അവനെ നിലവിളിക്കാൻ പോലും ആവാത്ത അവസ്ഥ വരികയും ചെയ്തു. ഇതിനിടയിൽ എറിക്ക് അവരുടെ ഫോട്ടോകൾ എടുക്കുന്നുണ്ടായിരുന്നു. കൂടെയുണ്ടായിരുന്ന
പ്രൈറ്റേഴ്സിനോട് ലോല വളരെ മോശമായാണ് പെരുമാറിയിരുന്നത്. അവൾ അവരുടെ അമ്മയില്ലെന്നും അവരെയും തട്ടിക്കൊണ്ടുവന്നതാണെന്നും ഇതിലൂടെ വ്യക്തമാവുകയാണ്. പിന്നീട് ലോല ബ്രണ്ടിനെ നിർബന്ധപൂർവം ഒരു ചിക്കൻ്റെ കഷ്ണം നൽകാനായി ശ്രമിച്ചു. ബ്രണ്ട് അത് കഴിക്കാൻ വിസമ്മതിക്കുമ്പോൾ ഇത് KFC ചിക്കനാണെന്ന് അവൾ പരിഹാസത്തോടെ അവനോട് പറഞ്ഞു. ബ്രണ്ട് വഴങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ എറിക്ക് ഒരു ചുറ്റകിയെടുത്ത് മേശപ്പുറത്ത് ആഞ്ഞടിച്ചു. ഭയന്നുപോയ ബ്രണ്ടിനെ ഒടുവിൽ അവളുടെ വിരലുകൾ നുണയേണ്ടി വന്നു. ഈ ഭീകരമായ അന്തരീക്ഷത്തിൽ നിന്നും ഒരു നിമിഷമെങ്കിലും മാറാനായി ബ്രണ്ട് ടോയ്ലറ്റിൽ പോകണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ക്രൂരയായ ലോല അവനെ ഒരു ഒഴിഞ്ഞ ഗ്ലാസ് നൽകിക്കൊണ്ട് അതിൽ തന്നെ കാര്യം സാധിക്കാൻ ആവശ്യപ്പെട്ടു. സത്യത്തിൽ ടോയ്ലറ്റിൽ പോവുക എന്നത് അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള ബ്രണ്ടിൻ്റെ ഒരു തന്ത്രം മാത്രമായിരുന്നു. ഈ സമയം എറിക്ക് ഒരു ചുറ്റികയുമായി അവൻ്റെ അടുത്തേക്ക് വരികയും ബ്രണ്ടിൻ്റെ പ്രിയപ്പെട്ട നായയെ താനാണ് കൊന്നതെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു. ആ നായയെ ചുറ്റികയും ആണയും ഉപയോഗിച്ചാണ് താൻ കൊലപ്പെടുത്തിയതെന്ന് അയാൾ ക്രൂരമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. തുടർന്ന് ഒരാണി പുറത്തെടുത്ത എറിക്ക് ബ്രണ്ടിന് വെറും 10 സെക്കൻഡ് സമയം നൽകി. ആ സമയത്തിനുള്ളിൽ അവൻ മൂത്രമൊഴിച്ചില്ലെങ്കിൽ ആ ആണി അവൻ്റെ ശരീരത്തിൽ തറയ്ക്കുമെന്ന് അയാൾ ഭീഷണിപ്പെടുത്തി. ആ അച്ഛനും മകളും ചേർന്ന് 10 വരെ എണ്ണാൻ തുടങ്ങിയതോടെ ബ്രണ്ടിനെ മറ്റു വഴികളില്ലാതെ വന്നു. ഭാഗ്യവശാൽ അവനെ മൂത്രമൊഴിക്കാൻ സാധിച്ചതോടെ ക്രൂരമായ ശിക്ഷയിൽ നിന്നും അവൻ രക്ഷപ്പെട്ടു. എന്നാൽ ഇതിനിടയിൽ ബ്രണ്ട് ലോലയെ ആഞ്ഞു ചവിട്ടുകയും അവൾ തെറിച്ചു വീഴുകയും ചെയ്തു. ആ തക്കം നോക്കി തന്നെ ബന്ധിച്ചിരുന്ന കെട്ടുകൾ അറുത്തുമാറ്റിയ ബ്രണ്ട് അവിടെ നിന്നും പുറത്തേക്കോടി. പുറത്തെത്തിയവൻ അവരുടെ തന്നെ ട്രക്കിന് താഴെയായി ഒളിച്ചിരുന്നു. എന്നാൽ എറിക്ക് അവനെ പിന്തുടർന്ന് പുറത്തെത്തുകയും തൻ്റെ ട്രക്ക് സ്റ്റാർട്ട് ചെയ്യുകയുമാണ്. ട്രക്ക് റിവേഴ്സ് എടുക്കുന്നതിനിടയിൽ ബ്രണ്ടിനെ കണ്ട എറിക്ക് ഒരു ഭ്രാന്തനെ പോലെ അവനെ കൊലപ്പെടുത്താനായി വണ്ടി അതിവേഗത്തിൽ ഓടിച്ചു. തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ബ്രണ്ട് അടുത്തുള്ള മരത്തിൽ വലിഞ്ഞു കയറി. ട്രക്ക് ആ മരത്തിലിടിച്ചു നിന്നു. ആ സമയം ലോലയും അവിടേക്കെത്തി. പിന്നീട് ലോലയും എറിക്കും ചേർന്ന് ബ്രണ്ടിന് നേരെ കല്ലെറിയാൻ തുടങ്ങി. തലയിൽ ഒരു കല്ലുകൊണ്ട ബ്രണ്ട് ബോധരഹിതനായി താഴെ വീണു. അവരവനെ വലിച്ചഴച്ച് വീണ്ടും വീടിനുള്ളിലേക്ക് കൊണ്ടുപോയി കസേരയിൽ കെട്ടിയിട്ടു. അവൻ ഇനി ഒരിക്കലും ഓടിപ്പോകാതിരിക്കാൻ അവർ അവൻ്റെ 2 പാദങ്ങളിലും കത്തി കുത്തിയിറക്കി. ഇതേ സമയം മലഞ്ചെരുവിൽ ബ്രണ്ടിനെ തിരയുകയായിരുന്ന പോലീസ് ഓഫീസർ പോളിനെ അവൻ്റെ ഫോണും ഇയർഫോണും അവിടെ നിന്നും ലഭിച്ചു. അയാളത് ഹോളിയെയും ബ്രണ്ടിൻ്റെ അമ്മയെയും ഏൽപ്പിച്ചു. വീടിനുള്ളിൽ വെച്ച് ലോല ബ്രണ്ടിനെ തൻ്റെ പഴയ ബുക്ക് കാണിക്കുകയാണ്. അത് കണ്ട ബ്രണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. കാരണം ഇത്തരം തട്ടിക്കൊണ്ടുപോകലുകളും കൊലപാതകങ്ങളും അവർ വർഷങ്ങളായി ചെയ്തു പോന്നിരുന്നവയായിരുന്നു. അവളുടെ ഭ്രാന്തനായ പിതാവ് അവൾക്കായി ആൺകുട്ടികളെ തട്ടിക്കൊണ്ടുവരികയും ലോല അവരോടൊപ്പം നൃത്തം ചെയ്ത ശേഷം അവരെ ക്രൂരമായി കൊലപ്പെടുത്തുകയുമായിരുന്നു. ഇപ്രകാരം ചെയ്യുന്നതായിരുന്നു അവരുടെ പതിവ്. അന്ന് പ്രോമിനെ വരാമെന്ന് സമ്മതിച്ചിരുന്നെങ്കിലും ബ്രണ്ടിനെ ഈ വിധി തന്നെ വരുമായിരുന്നുവെന്ന് അവന് വ്യക്തമായി. ആ ബുക്കിലെ ഒരു ചിത്രം ചൂണ്ടിക്കാട്ടി ടിമ്മി വാലന്റൈൻ എന്ന പയ്യനെക്കുറിച്ച് ലോല പറയുകയാണ്. ആ പയ്യനൊരിക്കൽ അവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് ഓടിയതായിരുന്നു. ആ ടിമ്മിയാണ് അന്ന് ബ്രണ്ടിൻ്റെ കാറിൻ്റെ മുൻപിൽ ചാടിയതും അവൻ്റെ അച്ഛൻ്റെ മരണത്തിന് കാരണമായതും. എന്നാൽ യഥാർത്ഥത്തിൽ ആ പയ്യനല്ല തൻ്റെ അച്ഛൻ്റെ മരണത്തിന് കാരണമെന്ന് ബ്രണ്ട് ഈ ഒരു സമയത്ത് മനസ്സിലാക്കുകയാണ്. അതിനെല്ലാം കാരണം ഈ ഒരു അച്ഛനും മകളുമായിരുന്നു. ടിമ്മി മറ്റാരുമായിരുന്നില്ല, അത് പോലീസ് ഓഫീസറായ പോളിൻ്റെ മകനായിരുന്നു. അന്ന് മാരകമായി പരിക്കേറ്റിരുന്ന ടിമ്മി മരണത്തിന് കീഴടങ്ങിയിരുന്നു. ഈ വർഷത്തെ അവരുടെ ഇര ബ്രണ്ടാണ്. പിന്നീട് ലോല ബ്രണ്ടിൻ്റെ ശരീരത്തിൽ ഒരു ചിത്രം വരയ്ക്കുകയും അതിൽ ഒരു ഹൃദയചിഹ്നം വരച്ച് ലോല സ്ട്രോം എന്ന് അടയാളപ്പെടുത്തുകയും ചെയ്തു. ചിത്രം പൂർത്തിയാക്കിയ ശേഷം അവൾ അവൻ്റെ മുറിവുകളിൽ ഉപ്പും മുളകും വിതറി അവനെ ക്രൂരമായി വേദനിപ്പിച്ചു. തുടർന്നവർ തങ്ങളുടെ ഭ്രാന്തൻ പ്രോം ആഘോഷം തുടങ്ങുകയാണ്. പ്രോം ക്വീനായി ലോല സ്വയം പ്രഖ്യാപിക്കുകയും നിർബന്ധപൂർവം ബ്രണ്ടിനെ കൊണ്ട് വിസിൽ അടുപ്പിക്കുകയും ചെയ്തു. തൻ്റെ പിതാവിനോടൊപ്പം ലോല നൃത്തം ചെയ്യുമ്പോൾ ബ്രണ്ടിൻ്റെ കാലിലെ കത്തികൾ അവനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ തങ്ങൾ റോഡിൽ നിന്നും എടുത്ത ആ മൃഗത്തിൻ്റെ ജഡം അവർ മുറിക്കാൻ തുടങ്ങിയിരുന്നു. അവിടെയുള്ള ഒരു രഹസ്യവാതിൽ തുറന്ന് അതിലേക്ക് അവർ വെള്ളമൊഴിച്ചു. ആ വാതിലിനുള്ളിൽ നിന്നും ഭയാനകമായ ശബ്ദങ്ങൾ പുറത്തു വരുന്നുണ്ടായിരുന്നു. പിന്നീട് എറിക്ക് ഒരു ഡ്രില്ലിംഗ് മെഷീൻ എടുത്ത് ലോലയ്ക്ക് നൽകി.
അവൾ അതുപയോഗിച്ച് ബ്രണ്ടിൻ്റെ തലയിൽ ഒരു ദ്വാരമുണ്ടാക്കുകയാണ്. നേരത്തെ കണ്ട പ്രൈറ്റേസിൻ്റെ തലയിലുള്ള പോലെ ഒന്ന്. പിന്നീട് അവനെ മന്ദബുദ്ധിയാക്കാനായി അവൻ്റെ തലച്ചോറ് ചൂടാക്കാൻ അവർ തിളച്ച വെള്ളം കൊണ്ടുവരികയാണ്. അത് നെറ്റിയിലുണ്ടാക്കിയിട്ടുള്ള ദ്വാരത്തിലേക്ക് ഒഴിച്ചാൽ അവൻ ഒരു ജീവച്ചവമായി മാറുമെന്നും പിന്നീട് അവനെ താഴത്തെ ബേസ്മെൻറ്റിലേക്ക് തള്ളാമെന്നും അവർ പ്ലാൻ ചെയ്യുകയാണ്. എന്നാൽ ദ്വാരം ചെറുതാണെന്ന് കണ്ട് എറിക് അത് വലുതാക്കാനായി ശ്രമിക്കുമ്പോൾ രഹസ്യമായി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ബ്ലേഡ് ഉപയോഗിച്ച് കയ്യിലെ കെട്ടുകൾ അറുത്തുമാറ്റിയ ബ്രൻഡ് ആ ഒരു ബ്ലേഡ് ഉപയോഗിച്ച് എറിക്കിനെ ആക്രമിച്ചു. കാലിലെ കത്തികൾ വലിച്ചൂരി ബ്രൻഡ് എറിക്കിനെ കൊലപ്പെടുത്തുകയും ലോലയെ ആക്രമിക്കുകയും ചെയ്തു. അവൻ പിന്നീട് എറിക്കിൻ്റെ ശരീരം അവിടെയുണ്ടായിരുന്ന ബേസ്മെൻറ്റിലേക്ക് തള്ളിയിട്ടു. അവിടെയുണ്ടായിരുന്ന സ്വബോധം നഷ്ടപ്പെട്ട് നരഭോജികളായി മാറിയിരുന്ന മനുഷ്യർ അയാളെ ഭക്ഷിക്കുന്നത് കണ്ട് ബ്രൻഡ് പകച്ചുപോയി. ഈ ഒരു സമയത്ത് ലോല പിന്നിലൂടെ വന്ന് ആ കുഴിയിലേക്ക് ബ്രൻഡിനെ തള്ളിയിട്ടു. തൻ്റെ അച്ഛൻ്റെ മരണം കണ്ട് ഭ്രാന്ത് പിടിച്ച ലോല ആ വാതിൽ അടച്ചു. താഴെ ഇരുട്ടിൽ ബ്രൻഡ് കയ്യിലുണ്ടായിരുന്ന ടോർച്ച് കത്തിക്കുമ്പോൾ അവിടെയുണ്ടായിരുന്ന നരഭോജികളായ മനുഷ്യർ അവനെ ആക്രമിക്കാനായി വരുന്നുണ്ടെങ്കിലും അവൻ അവരെയെല്ലാം വകവരുത്തി. ഈ സമയത്ത് ലോല പ്രൈറ്റേസിനെയും നിഷ്കരണം കൊലപ്പെടുത്തിയിരുന്നു. ഈ ഒരു നേരത്താണ് ലോല പ്രോമിനെ ക്ഷണിച്ച കാര്യം ബ്രൻഡ് പറഞ്ഞിരുന്നത് ഹോളി ഓർത്തെടുക്കുന്നത്. അവൾ ഉടനെ തന്നെ പോളിനെ വിവരമറിയിച്ചു. പോൾ ലോലയുടെ വീട്ടിലേക്കെത്തി വാതിൽ തകർത്ത് അകത്തു കയറി. അയാൾ ബേസ്മെൻറ്റിൻ്റെ വാതിൽ തുറന്ന് ചോരയിൽ കുളിച്ചു കിടന്നിരുന്ന ബ്രൻഡിനെ കണ്ടെത്തി. എന്നാൽ പെട്ടെന്ന് അവിടേക്കെത്തിയ ലോല പോളിനെ വെട്ടിക്കൊന്നു. അങ്ങനെ അയാളുടെ മൃതശരീരവും ബേസ്മെൻറ്റിലേക്ക് വീണു. അതോടെ ബ്രൻഡ് പോളിൻ്റെ തോക്കെടുത്ത് അവൾക്ക് നേരെ നിറയൊഴിച്ചെങ്കിലും വെടിയുണ്ടകൾ പാഴായിപ്പോയി. അങ്ങനെ ആ തോക്കിലെ വെടിയുണ്ടകളെല്ലാം തീർന്നു പോവുകയാണ്. താനിപ്പോൾ ബ്രൻഡിൻ്റെ വീട്ടിൽ പോയി ഹോളിയെയും അവൻ്റെ അമ്മയെയും കൊല്ലുമെന്ന് ഭീഷണി മുഴക്കിക്കൊണ്ട് ലോല അവിടെ നിന്നും പുറത്തേക്കിറങ്ങി. ഡ്രൈവിംഗ് അറിയാത്തതിനാൽ അവൾ നടന്നു പോവുകയായിരുന്നു. ബ്രൻഡ് അവിടെയുള്ള മൃതശരീരങ്ങൾ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെച്ച് ആ ബേസ്മെൻറ്റിൽ നിന്നും വളരെ പണിപ്പെട്ട് പുറത്തു കടന്നു. ഇതേ സമയം ലോലയുടെ വീട്ടിലേക്ക് വരികയായിരുന്ന ഹോളിയുടെ കാറിന് മുന്നിലേക്ക് ലോല തൻ്റെ സ്ക്രാപ്പ് ബുക്ക് വലിച്ചെറിയുകയാണ്. കാർ നിർത്തിയ ഹോളിയെ ലോല ആക്രമിക്കാനായി ശ്രമിച്ചു. ജീവൻ രക്ഷിക്കാനായി ഹോളി ഓടിമാറി. ഈ നേരത്ത് ഹോളിയെ രക്ഷിക്കാൻ പോളിൻ്റെ കാറുമായി ബ്രൻഡ് അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. അവൻ ഹോളിയുടെ ദേഹത്തിടിക്കാതിരിക്കാനായി കാർ വെട്ടിച്ചു മാറ്റി. നിയന്ത്രണം വിട്ട കാർ ഹോളിക്ക് പുറകെയായി ഓടി വന്നിരുന്ന ലോലയെ ഇടിച്ചു തെറിപ്പിച്ചു. മാരകമായി പരിക്കേറ്റിട്ടും ലോല അവർക്കു നേരെ ഇഴഞ്ഞു വരുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് കോപാകുലനായ ബ്രൻഡ് കാർ റിവേഴ്സ് എടുത്ത് അവളെ ഇടിച്ച് കൊലപ്പെടുത്തി. ഒടുവിൽ ബ്രൻഡ് ഹോളിയോടൊപ്പം തൻ്റെ അമ്മയുടെ പക്കലേക്ക് തിരിച്ചെത്തുകയാണ്. അവനും ഹോളിയും അമ്മയെ വാരിപ്പുണരുന്ന രംഗങ്ങൾ കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കുന്നു.